1994 ജൂലൈ മാസം. മലബാറിലെ കുന്നിൻ ചെരിവുകളിൽ മൺസൂൺ അതിന്റെ സർവ്വശക്തിയോടെയും പെയ്തിറങ്ങുന്ന കാലം. കോഴിക്കോട് നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി വയനാടൻ ചുരങ്ങൾക്ക് പുറമുള്ള നീലഗിരി എസ്റ്റേറ്റ് ലക്ഷ്യമാക്കി ദാസൻ തന്റെ പഴയ യമഹ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ആകാശം കറുത്തിരുണ്ടിരുന്നു. റോഡിനിരുവശവും തഴച്ചു വളർന്ന റബ്ബർ മരങ്ങൾ കാറ്റിൽ ആടുന്നത് കാണുമ്പോൾ ആകാശത്തുനിന്ന് വീഴുന്ന ഓരോ തുള്ളിയും വലിയൊരു അപകടത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്നതുപോലെ തോന്നി. ദാസൻ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. പ്രമുഖ പത്രങ്ങളൊന്നും ഏറ്റെടുക്കാത്ത നിഗൂഢമായ വാർത്തകൾ തേടിപ്പോകുക എന്നത് അവന്റെ ഒരു സ്വഭാവമായിരുന്നു. ഇത്തവണ അവന്റെ ലക്ഷ്യം നീലഗിരി എസ്റ്റേറ്റിലെ ഉടമയായിരുന്ന രാഘവൻ പിള്ളയുടെ നിഗൂഢമായ തിരോധനമായിരുന്നു. 3 മാസങ്ങൾക്ക് മുൻപാണ് അയാൾ ആ വലിയ ബംഗ്ലാവിൽ നിന്ന് അപ്രത്യക്ഷനായത്. പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തിയിട്ടും ഒരു തുമ്പും കിട്ടിയില്ല. അയാൾ മരിച്ചുവെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു അയാൾ ഇന്നും ആ ബംഗ്ലാവിനുള്ളിലുണ്ടെന്ന്. രാത്രി 8 മണിയോടെ ദാസൻ ബംഗ്ലാവിന്റെ പടിവാതിക്കൽ എത്തി. ആ വലിയ ഇരുമ്പ് ഗേറ്റ് തുരുമ്പെടുത്ത് നശിച്ചിരുന്നു. ബൈക്ക് പുറത്ത് നിർത്തി അവൻ ബാഗുമെടുത്ത് അകത്തേക്ക് നടന്നു. പണ്ട് ഗാംഭീര്യത്തോടെ നിന്നിരുന്ന ആ പഴയ കേരള സ്റ്റൈൽ ബംഗ്ലാവ് ഇപ്പോൾ ഒരു ശവപ്പറമ്പ് പോലെ തോന്നിപ്പിച്ചു. അതിന്റെ ചുമരുകളിൽ പായൽ പടർന്നിരിക്കുന്നു. ജനാലകൾ കാറ്റിൽ ആടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഒരു നിലവിളി പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ മരവിപ്പിക്കുന്ന ഒരു തണുപ്പ് അവനെ പൊതിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന വലിയ ടോർച്ച് വെളിച്ചം അവൻ മുറികളിലൂടെ പായിച്ചു. പൊടിപിടിച്ച ഫർണിച്ചറുകൾ, പാതിവഴിയിൽ നിർത്തിയതുപോലെ തോന്നിപ്പിക്കുന്ന മേശപ്പുറത്തെ ചായക്കപ്പ്, ചുവരിലെ പഴയ ക്ലോക്ക്, എല്ലാം 30 വർഷം മുമ്പത്തെ ഏതോ കാലത്തിൽ തങ്ങി നിൽക്കുന്നതുപോലെ. പെട്ടെന്ന് ബംഗ്ലാവിന്റെ മുകൾ നിലയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരോ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് പോലെ. ദാസൻ ശ്വാസമടക്കി പിടിച്ചുനിന്നു. ടോർച്ച് വെളിച്ചം മുകളിലെ കോവണിപ്പടികളിലേക്ക് തിരിച്ചു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഓരോ പടിയും ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന മരത്തിന്റെ മുരൾച്ച ആ നിശബ്ദതയിൽ ഭയാനകമായി അനുഭവപ്പെട്ടു. മുകളിലെ മുറിയിൽ എത്തിയപ്പോൾ ദാസൻ കണ്ടത് രാഘവൻ പിള്ളയുടെ ലൈബ്രറിയാണ്. അവിടെ ഒരു പഴയ ഗ്രാമഫോൺ പ്ലെയർ തനിയെ കറങ്ങുന്നുണ്ടായിരുന്നു. ശബ്ദമില്ല, പക്ഷേ ആ ഡിസ്ക് നിർത്താതെ തിരിയുന്നു. ദാസൻ അതിന്റെ അരികിലേക്ക് ചെന്നു. പെട്ടെന്ന് ആ മുറിയിലെ ലാൻഡ് ലൈൻ ഫോൺ ചിരിച്ചു തുടങ്ങുന്നത് പോലെ ബെല്ലടിച്ചു. ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഫോണിന്റെ ശബ്ദം മുഴങ്ങി. ദാസൻ ഭയത്തോടെ ഫോൺ എടുത്തു. അപ്പുറത്തു നിന്ന് ഒരു ശ്വാസം വലിയുടെ ശബ്ദം മാത്രം. ഹലോ, ആരാണിത്? ദാസൻ വിറയലോടെ ചോദിച്ചു. അപ്പുറത്തു നിന്ന് ഒരു നേർത്ത ശബ്ദം മന്ത്രിച്ചു. ദാസ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അവൻ വരുന്നത് കണ്ടില്ലേ? ദാസന്റെ ശരീരം മരവിച്ചുപോയി. വിളിച്ച ആൾക്ക് തന്റെ പേര് എങ്ങനെ അറിയാം? അവൻ ഫോൺ താഴെ വെച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ലൈബ്രറിയുടെ ജനാലയ്ക്കൽ ഒരു നിഴൽ നിൽക്കുന്നത് അവൻ കണ്ടു. മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ആ കണ്ണാടിയിലൂടെ പുറത്തെ മിന്നൽ വെളിച്ചത്തിൽ അവൻ ആ മുഖം കണ്ടു. അത് രാഘവൻ പിള്ളയായിരുന്നു. പക്ഷേ അയാളുടെ കണ്ണുകൾക്ക് പകരം വെറും ഇരുണ്ട കുഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അയാളുടെ വായ തുറന്നു പിടിച്ചിരുന്നു. അതിനുള്ളിൽ നിന്ന് കറുത്ത ഏതോ ദ്രാവകം ഒഴുകിയിറങ്ങി. ദാസൻ പേടിച്ച് പുറകോട്ട് മാറി. പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമായി. പക്ഷേ ആ മുറിയിലെ തണുപ്പ് ഇരട്ടിയായി. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഓരോന്നായി താഴേക്ക് വീഴാൻ തുടങ്ങി. ദാസൻ ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ കണ്ടത് ചുവരിൽ രക്തം കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു വാചകമാണ്. ഇവിടെ നിന്ന് ആരും തിരിച്ചു പോകില്ല. ഭയം തലയ്ക്ക് പിടിച്ച ദാസൻ താഴേക്ക് ഓടി. പക്ഷേ താഴത്തെ നിലയിലെ ഗോവണിപ്പടികൾ അവസാനിക്കുന്നില്ല. അവൻ എത്ര ഓടിയിട്ടും വീണ്ടും വീണ്ടും അതേ ലൈബ്രറി മുറിയിൽ തന്നെ എത്തിച്ചേരുന്നു. ഇത് സ്ഥലകാലങ്ങളുടെ ഒരു കുരുക്കാണെന്ന് അവന് മനസ്സിലായി. ആ 90കളിലെ ആ പഴയ ബംഗ്ലാവ് അവനെ വിഴുങ്ങാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. ദാസൻ വിറയ്ക്കുന്ന കൈകളോടെ വീണ്ടും ആ ലൈബ്രറിയിലേക്ക് തന്നെ നോക്കി. ഗോവണിപ്പടികൾ അവനെ ചതിക്കുകയാണ്. ഓരോ തവണ താഴേക്ക് ഓടുമ്പോഴും അവൻ ചെന്നെത്തുന്നത് അതേ ഇരുണ്ട മുറിയിലേക്കാണ്. സമയം പാതിരാത്രിയോട് അടുക്കുന്നു. പെട്ടെന്ന് മുറിയിലെ ഗ്രാമഫോൺ വീണ്ടും കറങ്ങാൻ തുടങ്ങി. ഇത്തവണ അതിൽ നിന്ന് ഒരു സംഗീതം പുറത്തുവന്നു. പഴയൊരു ശവസംസ്കാര വിലാപം പോലെ ഭയാനകമായ ഒന്ന്. ആ സംഗീതത്തിനിടയിൽ ദാസൻ ഒരു കരച്ചിൽ കേട്ടു. അത് താഴത്തെ നിലയിലെ അടുക്കള ഭാഗത്ത് നിന്നായിരുന്നു. ഒരു പെൺകുട്ടിയുടെ നേർത്ത കരച്ചിൽ. ദാസൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് മാറ്റി അവിടെയുള്ള ഒരു മെഴുകുതിരി കത്തിച്ചു.
വൈദ്യുതിയേക്കാൾ വിശ്വാസം ഇപ്പോൾ ആ ചെറിയ വെളിച്ചത്തോടാണെന്ന് അവൻ തോന്നി. അവൻ പതിയെ ചുവരുകളിൽ പിടിച്ചു നടന്നു. ഇത്തവണ ഗോവണിപ്പടികൾ അവനെ താഴത്തെ നിലയിലേക്ക് എത്തിച്ചു. പക്ഷേ ആ കാഴ്ച അവനെ തളർത്തിക്കളഞ്ഞു. ബംഗ്ലാവിന്റെ ഹാൾ ഇപ്പോൾ പഴയതുപോലെയല്ല. അവിടെ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു. മേശപ്പുറത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നു. 1994 നിന്ന് അവൻ 1920കളിലെ ഏതോ കാലത്തേക്ക് മാറ്റപ്പെട്ടതുപോലെ. ഹാളിന്റെ നടുവിൽ ഒരു പഴയ തടിപ്പെട്ടിയുണ്ട്. അത് ഒരു വിൻറ്റേജ് ക്യാമറ ആയിരുന്നു. ആ ക്യാമറയുടെ ലെൻസിനുള്ളിൽ നിന്ന് ഒരു കറുത്ത പുക പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ക്യാമറയുടെ പിന്നിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് രാഘവൻ പിള്ളയായിരുന്നു. പക്ഷേ അയാളുടെ ശരീരം സുതാര്യമായിരുന്നു. അയാൾ ആ ക്യാമറയിലൂടെ ദാസനെ നോക്കി. "ഇത് നിനക്കുള്ള സ്ഥലമല്ല ദാസ." രാഘവൻ പിള്ളയുടെ ശബ്ദം വായുവിലൂടെയല്ല, ദാസന്റെ തലയ്ക്കുള്ളിലൂടെയാണ് കേട്ടത്. "ഈ ക്യാമറയ്ക്ക് കണ്ണുകളില്ലാത്തവരുടെ ആത്മാക്കളെ വേണം. എന്റെ അച്ഛൻ ഈ തോട്ടം വാങ്ങിയപ്പോൾ കൂടെ കിട്ടിയതാണ് ഈ ശപിക്കപ്പെട്ട യന്ത്രം. ഇതിൽ പതിയുന്ന ഓരോ ചിത്രവും ഓരോ ജീവനെടുക്കും." ദാസൻ നോക്കിയപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലെ കസേരയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. അവളുടെ മുഖം ഒരു വെളുത്ത തുണി കൊണ്ട് മൂടിയിരുന്നു. അവളായിരുന്നു ആ മുഖമില്ലാത്ത പെൺകുട്ടി. പണ്ട് ഈ എസ്റ്റേറ്റിൽ കൊല്ലപ്പെട്ട ഒരു ജോലിക്കാരിയുടെ മകളായിരുന്നു അവൾ. പ്രതികാരത്തിനായി അവൾ ആ ക്യാമറയെ ശപിച്ചതാണ്. പെട്ടെന്ന് ആ ക്യാമറയുടെ ഫ്ലാഷ് മിന്നി. ദാസൻ കണ്ണുകൾ പൊത്തി. അവന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ വീണ്ടും മാറാൻ തുടങ്ങി. ബംഗ്ലാവിലെ ചുവരുകൾ ഉരുകി താഴേക്ക് വീഴുന്നതുപോലെ. ഓരോ ചുവരിലും ആയിരക്കണക്കിന് മുഖങ്ങൾ, കരയുന്നവരും നിലവിളിക്കുന്നവരും. അവരെല്ലാം ആ ക്യാമറയ്ക്കുള്ളിൽ തടവിലാക്കപ്പെട്ടവരായിരുന്നു. രാഘവൻ പിള്ളയുടെ രൂപം സാവധാനം ആ ക്യാമറയ്ക്കുള്ളിലേക്ക് വലിഞ്ഞുപോയി. "ദാസാ, ഓടിക്കോ. 12 മണിക്ക് മുൻപ് ആ ലെൻസ് തകർത്തില്ലെങ്കിൽ നീയും ഇതിന്റെ ഭാഗമാകും." രാഘവൻ പിള്ളയുടെ അവസാനത്തെ മുന്നറിയിപ്പായിരുന്നു അത്. ദാസൻ പ്രാണരക്ഷാർത്ഥം ആ ക്യാമറയ്ക്ക് അടുത്തേക്ക് കുതിച്ചു. പക്ഷേ തറയിൽ നിന്ന് നൂറുകണക്കിന് കൈകൾ ഉയർന്നു വന്ന് അവന്റെ കാലുകളിൽ പിടിച്ചു. ആത്മാക്കളുടെ തണുത്ത സ്പർശം അവനെ മരവിപ്പിച്ചു. അവൻ താഴെ വീണു. മെഴുകുതിരി അണഞ്ഞു. പൂർണ്ണമായ ഇരുട്ട്. ഇരുട്ടിൽ ആ ക്യാമറയുടെ ലെൻസ് ഒരു ചുവന്ന കണ്ണ് പോലെ തിളങ്ങാൻ തുടങ്ങി. അത് അടുത്ത ചിത്രമെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. ദാസൻ തന്റെ ബാഗിൽ പരതി. അവന്റെ കയ്യിൽ തന്റെ പഴയ ക്യാമറയുടെ ഒരു ഇരുമ്പ് സ്റ്റാൻഡ് കിട്ടി. അവൻ സർവശക്തിയുമെടുത്ത് ആ ശപിക്കപ്പെട്ട ക്യാമറയുടെ ലെൻസിലേക്ക് അടിച്ചു. ഗ്ലാസ് തകരുന്ന ശബ്ദം ആ ബംഗ്ലാവാകെ മുഴങ്ങി. അതോടൊപ്പം ലക്ഷക്കണക്കിന് ആത്മാക്കളുടെ മോചനത്തിന്റെ നിലവിളിയും. ക്യാമറയ്ക്കുള്ളിൽ നിന്ന് ഒരു കറുത്ത ദ്രാവകം തറയിലേക്ക് ഒഴുകിയിറങ്ങി. ബംഗ്ലാവിലെ വിളക്കുകളെല്ലാം ഒരേ സമയം അണഞ്ഞു. ദാസൻ കണ്ണ് തുറന്നപ്പോൾ നേരം വെളുത്തിരുന്നു. അവൻ കിടക്കുന്നത് ബംഗ്ലാവിന്റെ മുറ്റത്തെ പുല്ലിലായിരുന്നു. ശരീരം മുഴുവൻ ചെളിയും മുറിവുകളും. അവൻ എഴുന്നേറ്റ് ബംഗ്ലാവിലേക്ക് നോക്കി. രാത്രിയിലെ ആ ഗാംഭീര്യം ഒന്നുമില്ല, വെറുമൊരു തകർന്നു വീഴാറായ പഴയ കെട്ടിടം. അവൻ തന്റെ ബൈക്കിനടുത്തേക്ക് നടന്നു. പോകുന്നതിന് മുൻപ് അവൻ തന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ കൈയിട്ടു. അവിടെ ഒരു ചെറിയ ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അത് പുറത്തെടുത്തു നോക്കി. അതൊരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയായിരുന്നു. ആ ബംഗ്ലാവിന്റെ വരാന്തയിൽ രാഘവൻ പിള്ള ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ അയാളുടെ കൈ പിടിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് മുഖമുണ്ടായിരുന്നില്ല. ഫോട്ടോയുടെ പുറകിൽ 1994 ജൂലൈ 25 എന്ന ഇന്നലത്തെ തീയതി രേഖപ്പെടുത്തിയിരുന്നു. ദാസൻ ആ ഫോട്ടോ അവിടെയിട്ട് തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വയനാടൻ ചുരങ്ങൾ ഇറങ്ങുമ്പോൾ അവൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനിയൊരിക്കലും നിഗൂഢതകൾ തേടി താൻ പോകില്ല. പക്ഷേ അവന്റെ ബൈക്കിന്റെ മിററിലൂടെ അവൻ കണ്ടു ആ തകർന്ന ബംഗ്ലാവിന്റെ മുകളിലത്തെ ജനാലയ്ക്കൽ ആ മുഖമില്ലാത്ത പെൺകുട്ടി ഇന്നും തന്നെ നോക്കി കൈവീശുന്നു. ശാപം അവസാനിച്ചിട്ടില്ല, അത് പുതിയൊരു ഇരയെ തേടി കാത്തിരിക്കുകയാണ്.